ഇനി ഈ ഇന്ത്യ മഹാരാജ്യത്തെ എവിടവൻ കാലെടുത്ത് കുത്തിയാലും അപ്പ പൊക്കി അകത്തിടാം. അതാ ഈ കോഫി പോസ്റ്റഡ് ഒരു പണിക്കർ സാറെ എങ്ങക്കറിയൂ ഈ നാട്ടിൽ എങ്ങനെ കോഫി പോസ്റ്റ് ഉണ്ടായെന്ന്? സ്വർണ്ണ കള്ളക്കടത്തിന്റെയും നികുതി വെട്ടിപ്പിന്റെയും കരിഞ്ചന്തയുടെയും ഇടനാഴിയായ ബോംബെ അധോലോകം 1960-70 കാലഘട്ടങ്ങളിൽ കരീം ലാലയും വരദരാജ് മുതലയ്യാറും കൂട്ടത്തിൽ ബോംബെ ജെന്റിൽമാൻ ഡോൺ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഹാജി മസ്താനും മുംബൈ അടക്കി വാഴുന്ന കാലം. ഇവർ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ തകർക്കുമെന്നും ഇവർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്നും മനസ്സിലാക്കിയ അന്നത്തെ പ്രധാനമന്ത്രി ബോംബെ കടൽ തീരങ്ങളെ നിശബ്ദമാക്കി കള്ളക്കടത്തുകാരെ വിറപ്പിച്ചുകൊണ്ട് 1974 ഡിസംബർ 13 ആ നിയമം പാസ്സാക്കുകയാണ്. ഏതാണ് ആ നിയമം? കോഫെ പോസെ, കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട് 1974 കോഫെ പോസ. അനധികൃത സ്വർണ്ണക്കടത്ത് പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതിനും വിദേശ നാണ്യം സംരക്ഷിക്കുന്നതിനും പാസാക്കിയിട്ടുള്ള നിയമമാണ് കോഫെ പോസ. ദേശസുരക്ഷയ്ക്കോ സാമ്പത്തിക സ്ഥിരതയ്ക്കോ ഭീഷണിയാകുന്ന ഏതൊരാളെയും കോഫെ പോസ നിയമമനുസരിച്ച് കരുതൽ തടങ്കലിലാക്കാവുന്നതാണ്. കരുതൽ തടങ്കൽ ഉത്തരവുകൾ അല്ലെങ്കിൽ ഡിറ്റൻഷൻ ഓർഡറുകൾ പാസാക്കാൻ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ കഴിയുന്നതാണ്. കരുതൽ തടങ്കലിന്റെ പ്രാരംഭ കാലയളവ് 6 മാസമാണ്. തടങ്കലിൽ കഴിഞ്ഞ് 5 ആഴ്ചക്കുള്ളിൽ തടങ്കലിലായ വ്യക്തിക്ക് അഡ്വൈസറി ബോർഡിനെ സമീപിക്കാനും തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഹേബിയസ് കോർപ്പസും ഫയൽ ചെയ്യാവുന്നതാണ്. കോഫെ പോസെ നിയമവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം. മറ്റൊരു ആക്റ്റുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. താങ്ക്